ജനതയുടെ ഐക്യത്തിന്റെയും പൈതൃകത്തിന്റെയും പ്രതീകമായ പയ്യാവൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഊട്ടുമഹോത്സവം ഫെബ്രുവരി 11 മുതൽ ആരംഭിക്കുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ഉത്സവം ഐതിഹ്യങ്ങളും ആചാരങ്ങളും കോർത്തിണക്കിയ ഒരു അനുഭൂതിയാണ്. പയ്യാവൂരിലെ മഹാദേവന്റെ മണ്ണിൽ ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരികയാണ്. പയ്യാവൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഇന്ന് ഏജനറ്റ് നിങ്ങൾക്കൊപ്പം ചേരുന്നത്. കണ്ണൂർ ജില്ലയിലെ അതിർത്തി ഗ്രാമമായ പയ്യാവൂരിൽ പൗരാണികതയും ആചാരപ്പെരുമയും ഒത്തുചേരുന്ന പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ഊട്ടുമഹോത്സവം ഫെബ്രുവരി 11 മുതൽ ആരംഭിക്കുകയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പയ്യാവൂർ പ്രദേശം കടുത്ത ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പിടിയിലമർന്ന ഒരു കാലമുണ്ടായിരുന്നു. നിത്യനിദാനങ്ങൾക്കും ശിവന് നിവേദ്യം അർപ്പിക്കാൻ പോലും അരിയില്ലാത്ത അവസ്ഥ. ക്ഷേത്രത്തിലെ ഊട്ട് മുടങ്ങുമെന്ന ഘട്ടത്തിൽ ഈ സങ്കടം അയൽനാടായ കുടകിലെ ജനങ്ങൾ അറിയുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട പയ്യാവൂരപ്പന്റെ പട്ടിണി മാറ്റാൻ കുടകിലെ കർഷകർ ഒത്തുകൂടി. അവർ കാളകളുടെ പുറത്ത് അരിയും ഭക്ഷ്യസാധനങ്ങളും കയറ്റി കാട്ടുവഴികൾ താണ്ടി പയ്യാവൂരിലെത്തി ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ഈ സ്നേഹപ്രകടനത്തിന് പിന്നാലെ പയ്യാവൂരിന് സമീപത്തെ ചൂളിയാട് ഗ്രാമവാസികൾ ആയിരക്കണക്കിന് വാഴക്കുലകളുമായി ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. ഇതോടെ പയ്യാവൂരിലെ ദാരിദ്ര്യം മാറി. നാട് സമ്പന്നമായി. ഈ പുണ്യസ്മരണ പുതുക്കാനാണ് ഇന്നും കുംഭമാസത്തിൽ പയ്യാവൂർ ഊട്ടുത്സവം ആഘോഷിക്കുന്നതും. ഊട്ടുമഹോത്സവത്തിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നത് നമ്മുടെ ആഘോഷ കമ്മിറ്റി രക്ഷാധികാരിയും മുൻ ചെയർമാനുമാണ്. എങ്ങനെ പോകുന്നു നമ്മുടെ ഉത്സവത്തിന്റെ കാര്യം? നമ്മുടെ പയ്യാവൂർ ശ്രീ ശിവ മഹാക്ഷേത്രത്തിലെ ഊട്ടുത്സവം മുടങ്ങാതെ എല്ലാ വർഷവും വളരെ ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. നാട്ടുകാരെല്ലാവരും തന്നെ നല്ല രീതിയിൽ സഹകരണമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയോടനുബന്ധിച്ച് തന്നെ ഒരുപാട് കഥകളും ഉപകഥകളും എല്ലാം തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. വയത്തൂരിൽ നിന്ന് ആണ് ശിവൻ തപസ് ചെയ്ത് അവിടെ അർജുനന് ആശ്വാസം നൽകുന്നതിന് വേണ്ടി മഹാഭാരത യുദ്ധകാലത്ത് വില്ലാളി വീരനായ അർജുനന് കൗരവരെ തോൽപ്പിക്കാൻ ദിവ്യമായ ഒരു ആയുധം വേണമെന്ന് ഗുരുക്കന്മാർ ഉപദേശിക്കുകയും അതിന് ഭാഗമായി മഹാദേവനെ ഘോരമായ തപസ്സിൻ്റെ ഭാഗമായി തപസ് ചെയ്യുകയും വയത്തൂർ എന്ന സ്ഥലത്ത് വെച്ച് തപസ് ചെയ്യുകയും ആ തപസ്സിൻ്റെ പരിസമാപ്തി കിട്ടണ്ടെങ്കിൽ ദിവ്യായുധം കൊടുത്താൽ മാത്രമേ തപസ് നിർത്തുകയുള്ളൂ എന്ന ഒരു ധീരമായ തീരുമാനത്തിൻ്റെ ഭാഗമായി ശിവനും മറ്റ് ദേവന്മാരെല്ലാം കൂടി കൂടിച്ചേർന്നുകൊണ്ട് ഒരു പരീക്ഷണം നടത്തുക. ധിക്കാരിയും അഹങ്കാരിയുമായ അർജുനന് ഇത്തരം ദിവ്യമായ ആയുധങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ചെല്ലാം തന്നെ ബോധവാന്മാരായ ദേവന്മാർ നമ്മുടെ മഹാദേവനെ അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി കാട്ടാള വേഷം ധരിച്ച് വയത്തൂരിൻ്റെ മണ്ണിലേക്ക് വരികയും അവിടെ കാട്ടാള വേഷം പൂണ്ട അദ്ദേഹത്തെ ഒരു പന്നിയുടെ വേട്ടമൃഗത്തിൻ്റെ രൂപത്തിൽ വന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അതിനെ അമ്പെയ്ത് വീഴ്ത്തുകയും ചെയ്യുന്ന കഥയാണ് വയത്തൂരിൽ നടക്കുന്നത്. അപ്പോൾ വേട്ടമൃഗം താൻ അമ്പെയ്ത് വീഴ്ത്തിയതാണെന്ന വാഗ്വാദത്തിൽ അർജുനനും മഹാദേവനും നിൽക്കുന്ന സമയത്ത് അവിടെ അതല്ല എന്ന് ഘോര യുദ്ധം നടക്കുകയും അവസാനം എന്നിൽ വന്നു വീണത് മഹാദേവനാണെന്നും എന്നെ പരീക്ഷിക്കാമെന്നാണ് അർജുനൻ ബോധവാന്മാവുകയും അവിടുന്ന് ക്ഷമാപണത്തോടു കൂടി അവിടെ തന്നെ തപസ് ചെയ്യുകയും ചെയ്യുന്നതാണ് കഥ. അവിടെ ആ ഘോര യുദ്ധത്തിൻ്റെ ഒടുവിലായി അർജുനനെ കാലിൽ വാരി വയത്തൂരിൽ നിന്ന് പയ്യാവൂരിലേക്ക് എറിയുകയാണ്. അവിടെയാണ് വൈകാലൂർ എന്ന പേര് പയ്യാവൂർ വന്നു വരികയും ആ വൈകാലൂർ പിന്നീട് ലോപിച്ചിട്ട് പയ്യാവൂർ എന്ന രീതിയിലേക്ക് വരികയും ചെയ്തു. അവിടെ കണ്ണുനീരും പുഷ്പങ്ങളും അർപ്പിച്ചുകൊണ്ട് അന്ന് പുഷ്പങ്ങളില്ലാതെ കൊണ്ട് കൂവളത്തില കൊണ്ട് അർച്ചന നടത്തി ശിവനെ പ്രീതിപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ കണ്ണുനീരും മണ്ണും ചേർത്തുകൊണ്ട് ഒരു ശിവലിംഗം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് ചരിത്രത്തിൽ പറയുന്നത്. ആ ശിവലിംഗം അവിടെ പൂജ നടത്തി എല്ലാം ചെയ്യുന്ന കാലത്ത് വറുതി വന്ന സമയത്ത് തന്നെ എല്ലാ പൂജാ കാര്യങ്ങളെല്ലാം തന്നെ മുടങ്ങി, ഉത്സവങ്ങളും മുടങ്ങി എല്ലാം നടക്കുന്ന കാലത്ത് ശിവൻ ഭഗവാൻ നേരിട്ട് വന്നുകൊണ്ട് കുടകിലുള്ള കടിയത്ത് നാട്ടിൽ ബന്ധപ്പെടുകയും അവിടെ നിന്ന് ഊണിനാവശ്യമായ അരി എൻ്റെ ഉത്സവം നടത്തുന്നതിന് വേണ്ടി അരി ഇവിടെ എത്തിക്കണമെന്ന സന്തതി പരമ്പരകളോടെല്ലാം തന്നെ അഭ്യർത്ഥിക്കുകയും അവർ കൃത്യമായി കൊണ്ടു നടക്കുകയും ചെയ്തു. ആ അരി വളരെ പ്രാധാന്യമുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പറയാനുള്ള അന്നത്തെ കാലത്തുള്ള വിനിമയ മാർഗം ഇന്നത്തെ പോലെ പണമല്ല, വിനിമയ മാർഗം അരിയാണ്. ഇവിടെ കാഴ്ചദ്രവ്യങ്ങളായി വരുന്ന നാട്ടുകാർക്ക് കൊടുക്കുന്ന അരിയാണ്. ജീവനക്കാരായ ആളുകൾക്ക് കൊടുക്കുന്നത് പണമോ പാരിതോഷികമല്ല കൊടുക്കുന്നത്, അരിയാണ് കൊടുക്കുന്നത്. നെയ്യവ സംഘത്തിന് കൊടുക്കുന്ന അരിയാണ്. അങ്ങനെ ഒരു വിനിമയ മാർഗം എന്ന രീതിയിൽ തന്നെ അരി അവിടെ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്നതാണ്. ഇന്ന് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന് പറയുന്ന ആ ഒരു രീതി പഴയ കാലത്ത് തന്നെ അവലംബിച്ച് പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നാനാജാതി മതത്തിൽപ്പെട്ടവരും ഇവിടെ ജാതിയോ ഭേദമില്ലാതെ മനസ്സിലാക്കുക എല്ലാം തന്നെ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിക്കാനും അവർക്ക് അടിയന്തര അവകാശങ്ങൾ പതിച്ചു നൽകിയ ഒരു കാലഘട്ടം പഴയ കാലം മുതലേ പയ്യാവൂർ ശിവത്തിൽ ഉണ്ടായിരുന്നു. കോഴിക്കോടുള്ള മുസ്ലിങ്ങളാണ് വന്നിട്ട് ഇവിടെ വ്യാപാരം നടത്തുന്നതും അവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്യാനുള്ള ഇവിടെ തന്നെ ഒരു ഭൂമി ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത്തരം വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടു നടക്കുന്ന കുറേ ആഘോഷ ആചാരങ്ങളെല്ലാം തന്നെ കൂടിച്ചേർന്നതാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിലെ ഊട്ടുമഹോത്സവം. ഇന്ന് വളരെ നല്ല രീതിയിലുള്ള ജനങ്ങളുടെ സഹകരണത്തോടുകൂടി തന്നെ ആ ഉത്സവം മുടങ്ങാതെ നടന്നു പോകുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. കുടക് ഭക്തരുടെ പങ്കാളിത്തമാണെങ്കിലും നമുക്ക് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. എപ്പോഴാണ് അവർ ക്ഷേത്രത്തിലേക്ക് അവർ വരാൻ പോകുന്നത്? മകരം 29
29-നാണ് പയ്യാവിൽ അവർ രാവിലെ എത്തിച്ചേരുകയും ഇപ്പോൾ ജനങ്ങളും ദേവസ്വം ഭാരവാഹികളെല്ലാം തന്നെ അവരെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് അവരുടെ ക്ഷേത്രത്തിലെ താഴത്തമ്പലത്തിലേക്ക് അരി സമർപ്പിക്കുന്നു. അത് പിന്നീട് വൈകുന്നേരം ആളുകളെല്ലാം സമൂഹത്തിൽ തന്നെ ഓരോരോ ആളുകളെ അവകാശങ്ങളും അധികാരങ്ങളും ഉള്ളതുപോലെ തന്നെ ഒരു തറവാട്ടിൽ നിന്ന് ഇത്ര കിലോ അരി എത്ര സേർ അരി വന്നു എന്ന രീതിയിൽ അളന്ന് തിട്ടപ്പെടുത്തി ദേവസ്വത്തിൻ്റെ കലവറയിൽ കൊണ്ട് സൂക്ഷിക്കുന്ന ചടങ്ങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് ഉച്ചയ്ക്ക് കൊടകര് ഉണ്ടാകുന്ന ഭക്ഷണം അവർക്ക് കൊടുക്കേണ്ടത് മേൽശാന്തി പ്രത്യേകം തയ്യാറാക്കിയ ഭക്ഷണമാണ് കൊടകർക്ക് കൊടുക്കേണ്ടത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ എന്തൊക്കെ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളാണ് നമ്മുടെ ഊട്ടുത്സവത്തിനായി ഒരുക്കിയിട്ടുള്ളത്? ഊട്ടുമഹോത്സവം എന്ന് പറഞ്ഞാൽ പറയുന്ന വാക്കിൽ തന്നെ അതിൻ്റെ അർത്ഥങ്ങളുണ്ട്. വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഊട്ട് കൊടുക്കുക എന്നുള്ളത്, ഭക്ഷണം കൊടുക്കുക. നമ്മളിവിടെ പഴയ കാലത്ത് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഴഞ്ചൊല്ല് എന്ന് പറഞ്ഞാൽ കൈ നീട്ടിയവർക്ക് അരിയും തല നീട്ടിയവർക്ക് എണ്ണയും കൊടുക്കുന്ന ഒരു സമ്പ്രദായം പഴയ കാലം മുതലേ ഉണ്ടായിരുന്നു. നല്ല സ്നേഹത്തോടു കൂടി ഏകോത്ത സഹോദരങ്ങളായി എല്ലാവരും കൂട്ടുചേർന്നുകൊണ്ട് നടത്തുന്ന ഉത്സവമായതുകൊണ്ട് തന്നെ ജനങ്ങൾ അവിടെ ജാതിയോ മതങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഈ പയ്യാവൂരും പരിസര പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട മഹോത്സവമാണ്. ഓരോ ഉത്സവം കഴിഞ്ഞ് പോകുമ്പോഴും അവർ പ്രത്യേകം പറയുന്ന കാര്യം അടുത്ത ഉത്സവത്തിന് കാണാം എന്ന രീതിയിൽ പറഞ്ഞു പോകുന്ന ഒരു ചരിത്രവും മാഹാത്മ്യവും പയ്യാവൂരുണ്ട് എന്നുള്ളതാണ്. അതൊരു വളരെ വികാരനിർഭരമായ ഒരു കാഴ്ചയാണ്. 12-ാം തീയതി രാത്രി ഉണ്ടാകുന്ന ഉത്സവം, ആ തിടമ്പ് നിർത്തുന്ന നമ്മൾ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ഏകദേശം കണ്ണിൽ നിന്ന് വെള്ളം ഉണ്ടാകുന്ന ഒരു കണ്ണീർ പ്രവാഹം ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ്. അത് വളരെ കാരണം അടുത്ത കൊല്ലത്തേക്ക് കാത്തിരിക്കാൻ ഉള്ള ഒരു മനോഭാവം കൊണ്ട് നടക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ ശ്രീകോവിലം നടയിൽ വന്നിരുന്ന് നമ്പൂതിരി തിടമ്പ് താഴത്തെടുത്ത് നോക്കുമ്പോൾ ഗോവിന്ദം വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങ് വളരെയധികം വിഷമമുണ്ടാക്കുന്ന ഒരു ചടങ്ങായി കാണാൻ വേണ്ടി സാധിക്കുന്നത്. 10-ാം ദിവസമാണല്ലോ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസം വരുന്നത്. അന്ന് എന്തൊക്കെ പരിപാടികളാണ് പ്രത്യേകമായിട്ട് നമ്മൾ അന്ന് രാവിലെ ഉണ്ടാകുന്നത്? ഏറ്റവും വെളുപ്പിൽ 4 മണിക്ക് തന്നെ നട തുറക്കുമ്പോൾ നമ്മൾ നെയ്യവർ സംഘങ്ങൾ ഒപ്പിക്കുന്ന നെയ്യ് അവിടെ ഒപ്പിക്കുന്നൊരു ചടങ്ങുണ്ട്. അത് പറയുമ്പോൾ നെയ്യഭിഷേകം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇത്തരം ചടങ്ങുകൾ അവിടെ നടക്കുന്നത്. അന്ന് മാത്രമാണ് നമ്മൾ ഈ നെയ്യൊപ്പിക്കൽ ചടങ്ങുകൾക്ക് 12 ദിവസം നെയ്യവ്രത മഠങ്ങളിൽ വ്രതം അനുഷ്ഠിച്ച് പരസ്പരം സ്പർശിക്കാതെ 12 ദിവസം നെയ്യവ്രത മഠങ്ങളിൽ താമസിക്കുന്ന ആളുകൾ അവരേറ്റവും വെളുപ്പിന് ചേലയൊക്കെ ചുറ്റി കസവ് മുണ്ടല ചുറ്റി എടുത്ത് നല്ല കൃത്യമായി അവരുടെ നടയിൽ വന്ന് സമർപ്പിച്ചിട്ട് പോവുകയും 11-ാം തീയതി 11 മണിയോടുകൂടി ആ നെയ്യാട്ടം, കളവാട്ടം, വളനീരാട്ടം നടക്കുന്ന അതിവിശേഷമായ ചടങ്ങ് ഉള്ളതാണ് ഇവിടെ. കുംഭമാസം 10-ാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവൻ്റെ കോപം ശമിപ്പിക്കാൻ വേണ്ടി ആലിംഗന പുഷ്പാഞ്ജലി നടന്നു. കുറുമാത്തുള്ളത്തെ അവർ കാരണവരെ വന്നിട്ട് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുന്ന ഒരു ചടങ്ങ് പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ്. കൊട്ടിയൂരിൽ നടന്നു വരുന്ന ചടങ്ങാണ് ആലിംഗന പുഷ്പാഞ്ജലി. ആനയാകുമ്പോഴോട് തന്നെയാണ് ഇപ്പോൾ അടുത്ത കാലങ്ങളായി ഉത്സവം നടത്തിക്കൊണ്ടിരുന്നത്. പഴയ കാലത്ത് സാമ്പത്തികമായ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളായതുകൊണ്ട് തന്നെ ആനയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് മഹോത്സവത്തിൻ്റെ കുംഭത്തിൻ്റെ ആന എഴുന്നള്ളത്തുണ്ട്. 12-ാം തീയതി കുളത്തിന് സമീപത്തുകൂടിയുള്ള ആറാട്ട് എഴുന്നള്ളത്ത്, അതെല്ലാം തന്നെ അതിവിശേഷമായ ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്നും മുടങ്ങാതെ നടന്നു പോകുന്ന ചടങ്ങുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വരുന്ന അന്നദാനം എന്ന വരുന്ന ആളുകൾക്കെല്ലാം തന്നെ ഭക്ഷണം അമ്പലത്തിൽ ക്ഷേത്രത്തിൽ നിന്നും കൊടുക്കുന്നുണ്ട്, താഴത്ത് കമ്മിറ്റി വക ഭക്ഷണം കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുകയും കൂടി ചെയ്യുന്ന ഒരു സമ്പ്രദായം നിലവിൽ ഇന്ന് നടന്നു പോകുന്നുണ്ട്. അതിവിശേഷമായിട്ടുണ്ടാകുന്ന മറ്റൊരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ പ്രഥമൻ വിളക്കാണ്. ആ പ്രഥമൻ വിളക്ക് ചടങ്ങ് നമ്മൾ സങ്കല്പിക്കുന്നത് പഴയ കാലത്ത് മഹാദേവനും മർദ്ദനും തമ്മിൽ യുദ്ധം നടത്തിയപ്പോൾ പന്നി എന്ന ആ ബലിമൃഗത്തിൻ്റെ മാംസം വേവിക്കുന്ന ചടങ്ങായിട്ടാണ് ഞങ്ങളിവിടെ അറിയപ്പെടുന്നത്. അത് ശ്രീകോവിലിൻ്റെ അകത്ത് കൊണ്ടുപോയി ഒരിക്കലും നിവേദനം വെക്കുന്നതല്ല, ശ്രീകോവിലിൻ്റെ പുറത്താണ് നിവേദനം വെക്കുന്നത്. ആ ഒരു നിവേദന സങ്കല്പ ചടങ്ങിലേക്ക് വേണ്ടിയുമായി ക്ഷേത്രത്തിനകത്ത് പൂജിക്കുന്നതിന് വേണ്ടി വിളക്ക് പായസം എന്ന് പറയുന്നൊരു ചടങ്ങ് അവിടെ നടത്തി ഉച്ചക്ക് നിവേദനം നടന്നൊരു ചടങ്ങും അവിടെയുണ്ട്. ആ പന്നിമാംസം വേവിക്കുന്നതിൻ്റെ ചടങ്ങിൻ്റെ ഓർമ്മയ്ക്കായാണ് പ്രഥമൻ വിളക്ക് പയ്യാവൂർ മാത്രം കൈകൊണ്ട് ഉണ്ടാക്കി സ്ത്രീകളായ പെണ്ണുങ്ങൾ കൈകൊണ്ട് അരി പൊടിച്ച് അത് കുഴച്ച് മാവാക്കി ആവിക്കിട്ട് വേവിച്ച് തറിച്ചെടുത്ത് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്ന ഒരു ചടങ്ങും കൂടിയാണ് പ്രഥമൻ വിളക്ക്. അതിവിശേഷമായ പഴയ പാരമ്പര്യ രീതിയിൽ കൊണ്ടാണ് ആ ചടങ്ങ് ഇന്നും പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. ഓമനക്കാഴ്ച അങ്ങനെ ഒരു ചടങ്ങുണ്ടല്ലോ, അതൊക്കെ എപ്പോഴാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്? ചൂളിയാട് നിന്നും വരുന്ന ഓമനക്കാഴ്ചയാണ്. കുംഭമാസം 6-ാം തീയതി വീട് സമീപ പ്രദേശങ്ങളിലുള്ള അവിടെ വീടുന്നെല്ലാം വാഴയിൽ നിന്ന് കുലകൾ അടുക്കൻ കുല മാത്രമാണ് ഇതിനെടുക്കുന്നത്. അടുക്കൻ കുല വെട്ടിക്കൊടുത്ത് അവരുടേതായ സമ്പ്രദായ പ്രകാരം തന്നെ കുണ്ടുകൾ എന്ന് പറയും, ആ കുണ്ടുകൾ നിക്ഷേപിക്കുകയും കുംഭം 9-ാം തീയതി വൈകുന്നേരം ഉച്ചയോടുകൂടി ആ കൊലകൾ പുറത്തെടുക്കുകയും 10-ാം തീയതി രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെട്ട് പ്രധാനഷ്ടങ്ങളോട് നിൽക്കുന്ന ആളുകൾ ഇവിടെ കുംഭം 10-ാം തീയതി ഉച്ചയോടുകൂടി സമർപ്പിക്കുന്ന ചടങ്ങ്, ആനയും അമ്പാരിയും കൂടി സ്വീകരിച്ച് ആനയിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങ് അതിവിശേഷമായി തന്നെ ഇന്ന് നടന്നു പോകുന്നുണ്ട്. ആഴ്ച പയ്യാവൂർ ശിവക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കുംഭമാസം 8-ാം തീയതി ഇവിടെ എത്തിച്ചേരുന്ന കൊടകര മടക്കയാത്രയുണ്ട്. അതും വികാരനിർഭരമായ ഒരു കാഴ്ചയാണ്. 10-ാം തീയതി കാഴ്ച എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ തന്നെ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, കാഴ്ച വന്നാൽ കൊടകര പോകുന്നത് പോലെ. അതുപോലെ ഇന്നും ആ സങ്കല്പങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായി പയ്യാവൂർ ശിവക്ഷേത്രത്തിൻ്റെ ഊട്ടുമഹോത്സവം നടക്കുന്നുണ്ടെന്നുള്ളൊരു പ്രത്യേകതയാണ്.
വിപുലമായ പരിപാടികളുണ്ടോ ഇത്തവണ ഭക്തർക്കായിട്ട് ഒരുക്കിയിട്ടുണ്ടായിരുന്നു? ഉണ്ട്. വിപുലമായ പരിപാടി തന്നെ, കലാപരിപാടികൾ സംക്രമ ദിവസം മുതൽ തന്നെ വിപുലമായ കലാപരിപാടികൾ ഒരുക്കിക്കൊണ്ട് തന്നെ ഗാനമേള, നാടകം, ക്ഷേത്ര കലകൾ, കലാരൂപങ്ങളെല്ലാം തന്നെ, നൃത്യങ്ങൾ എല്ലാം തന്നെ അവതരിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഉത്സവം തന്നെയാണ് ഇപ്രാവശ്യം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നമ്മൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള കുട്ടികളുടെ നൃത്തത്തിൻ്റെ അരങ്ങേറ്റം കൂടി നടന്ന ഒരു വേദിയാണ് പയ്യാവൂർ ശിവക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. വില്ലാളി വീരനായ അർജുനന് പാശുപതാസ്ത്രം നൽകി അനുഗ്രഹിച്ച ഭൂമിയാണ് പയ്യാവൂർ എന്നാണ് ഐതിഹ്യം. കിരാതമൂർത്തിയായാണ് പരമശിവനെ ഇവിടെ ആരാധിക്കുന്നതും. കിരാതമൂർത്തിക്ക് പയ്യാവൂർ ഉൾപ്പെടെ 5 സ്ഥാനങ്ങളാണുള്ളത്. വയത്തൂർ, കല്യാട്, മേലൂർ, കല്ലായി എന്നിവിടങ്ങളിലാണ് മറ്റ് 4 സ്ഥാനങ്ങൾ. ഈ 5 സ്ഥാനങ്ങളിലേക്കും കോമരത്തച്ഛനെ നിശ്ചയിക്കുന്നത് പയ്യാവൂർ ക്ഷേത്രത്തിൽ നിന്നുമാണ്. സ്വയംഭൂവായ കിരാതമൂർത്തിയാണ് പയ്യാവൂരിൽ. ശ്രീകോവിലിന്റെ മുകൾ ഭാഗം എന്നും തുറന്നു തന്നെയായിരിക്കും. മഴയും വെയിലും മഞ്ഞുമെല്ലാം സ്വയംഭൂവിൽ വീഴണമെന്ന നിലയിലാണ് ശ്രീകോവിൽ നിർമ്മാണം. ഉപദേവനായി പടിഞ്ഞാറേ നടയ്ക്ക് സമീപം ശാസ്താവുണ്ട്. ബലിബിംബം പ്രതിഷ്ഠയായുള്ള താഴത്തമ്പലവും ഏറെ ആകർഷണമാണ്. ഊട്ടുമഹോത്സവത്തിന്റെ ഒരുക്കം കുടകിലും നാട്ടിലെ മറ്റ് ഗ്രാമങ്ങളിലും നേരത്തെ തുടങ്ങും. കിരാതമൂർത്തിക്ക് സമർപ്പിക്കാനുള്ള അരിക്കായി കുടകിലെ കർഷകർ തങ്ങളുടെ വയലുകളിൽ മാസങ്ങൾക്ക് മുൻപേ കൃഷി നടത്തും. ഈ അരിയാണ് ഉത്സവത്തിന് മുൻപ് പയ്യാവൂരിൽ എത്തിക്കുന്നതും. ഊട്ടുത്സവത്തിന്റെ ഓരോ ചടങ്ങുകളും നടത്താൻ ഓരോ ഗ്രാമക്കാരെയും വിഭാഗങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ടെന്നതാണ് അത്ഭുതം. ഊട്ടുത്സവത്തിന്റെ പ്രധാന ആകർഷണം കുടകരുടെ സാന്നിധ്യമാണ്. മഹാഭാരത യുദ്ധകാലത്ത് അർജുനൻ പാശുപതാസ്ത്രത്തിന് വേണ്ടി തപസ് ചെയ്യുകയും പാശുപതാസ്ത്രം നേടുന്നതിന് വേണ്ടി അർജുനൻ കോട്ടയിലാണ് അർജുനൻ തപസ് ചെയ്യുന്നത്. പിന്നീട് അവിടുന്ന് അർജുനനെ ഘോരയുദ്ധത്തിൽ കിരാതഭാവത്തിൽ വന്ന ഭഗവാൻ പരമേശ്വരൻ അർജുനനെ വലിച്ച് എറിയുകയും ഈ പയ്യാവൂരിൽ വന്ന് വീഴുകയും ആദ്യകാലത്ത് ഇത് വൈകാലൂർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അത് പയ്യാവൂരായി മാറിയതാണ്. ഈ പയ്യാവൂരിൽ വെച്ചാണ് പാശുപതാസ്ത്രം അർജുനന് നൽകിയതെന്ന് പറയപ്പെടുന്നു. 152 ആണ്ടേ കാലം ഇവിടെ ഉത്സവം മുടങ്ങിയതിന് ശേഷം ഇന്ന് കാണുന്ന രീതിയിൽ ഉത്സവം നടത്തുന്നതിന് വേണ്ടി ഇരുവേനാട് നിന്ന് കോയിറ്റി അമ്മൻകുറുപ്പ് എന്ന അമ്മൻകുറുപ്പിന് സ്വപ്നദർശനം ഉണ്ടാവുകയും പയ്യാവൂർ തറക്കമീത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഏറിയ കാലത്തുള്ള ഒരു ചപ്പും കുറുക്കലയും നീക്കി എന്നാണ് കോമരത്തച്ഛൻ വാചാലിൽ പറയുന്നത്. അതിനുശേഷം അമ്മൻകുറുപ്പ് കോമരത്തച്ഛൻ എന്ന സ്ഥാനികന് കടിയത്തുനാട് ഇന്നത്തെ കൊടകിലേക്ക് പോവുകയും അവിടുത്തെ മുണ്ടയോടനെയും ബവേരനെയും കണ്ട് ഊട്ടിന് വേണ്ട അരി എത്തിക്കുവാൻ വേണ്ടി കൽപ്പന ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അത് ഇന്നും 2 ഭാഷകളും 2 സംസ്കാരങ്ങളും ചേർന്നുകൊണ്ട് ഇന്നും ഊട്ടുത്സവം വളരെ വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ് ഇവിടെ. ഇത് മലയാളികളുടെ മാത്രമല്ല, കുടക് മലയാളി, 2 ഭാഷ, 2 സംസ്കാരം, 2 വേഷം, വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സമന്വയ കേന്ദ്രമാണ് പയ്യാവൂർ. ഈ കേരളത്തിലെ എവിടെയും പയ്യാവൂരും വയത്തൂരും മാത്രമേ ഈ രീതിയിലുള്ള ഉത്സവം നടക്കുന്ന സ്ഥലം പറയാനുള്ളൂ. വയത്തൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഉടനെയാണ് വയത്തൂർ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പയ്യാവൂർ ഉത്സവം ആരംഭിക്കും. എത്ര ദിവസം? 10 ആണോ 12 ദിവസമാണ്? 13 ദിവസത്തെ ഉത്സവമാണ് ഇത്. ഇവിടെ 11-ാം തീയതി, അതായത് കുംഭസംക്രമത്തിന് തലേന്ന് കൊടകര് അരി മൂന്നാമൻ്റെ കൊട്ടാരവാതിക്കൽ അരി ചൊരിയുകയും താഴത്തെ അമ്പലത്തിൽ അരി ചൊരിയുകയും അതിനുശേഷം വൈകുന്നേരത്തോടുകൂടി പുതിയടത്ത് മണിയാണി ഈ അരി അളന്ന് മാറ്റുകയും കലവറയിലേക്ക് മാറ്റുന്നു. അന്ന് തന്നെ അടിയന്തര യോഗം ചേർന്ന് കുഴിയെടുപ്പിൽ തീയിടുകയും ഉത്സവം നായന്മാരെ വിട്ടെന്ന ചടങ്ങ് ആരംഭിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കുടകരെ ക്ഷണിക്കാൻ വേണ്ടി നമ്മുടെ കോമരത്തച്ഛൻ കുടകിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. എപ്പോഴാണ് അദ്ദേഹം ഇവിടെ തിരിച്ചെത്തുന്നത്? സംക്രമത്തിൻ്റെ തലേന്ന് കോമരത്തച്ഛൻ ഇവിടെ തിരിച്ചെത്തും. അന്ന് തൊട്ട് ഉത്സവം ആരംഭിക്കുകയാണ്. അപ്പോൾ എന്തെല്ലാം ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ പുരോഗമിക്കുകയാണോ നമ്മുടെ ക്ഷേത്രം ഭാരവാഹികൾ? അതിനുള്ള ഒരുക്കത്തിലാണ് വളരെ സജീവമായി എല്ലാ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ദേവസ്വം ഭാരവാഹികളും ചെയർമാനും ട്രസ്റ്റി ബോർഡും അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസറും ജീവനക്കാരും നാട്ടുകാരും എല്ലാം കൈമൈ മറന്ന് ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജീവേട്ടനാണ് നമ്മുടെ ഊട്ടുമഹോത്സവത്തിൻ്റെ ഐതിഹ്യങ്ങളും ആചാരങ്ങളും ഒക്കെ നമുക്കൊന്ന് വിശദീകരിച്ചു തന്നത്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. പയ്യാവൂർ ക്ഷേത്രത്തിൽ നിന്ന് സ്ഥാനിക കോമരത്തച്ഛൻ ഊട്ടിന് കുടകരെ ക്ഷണിക്കാൻ പോയി കഴിഞ്ഞു. അതിർത്തി വഴിയാണ് യാത്ര. ജനുവരി 8-ന് ഊട്ടറിയിച്ച് കോമരത്തച്ഛൻ തിരികെ ക്ഷേത്രത്തിലെത്തും. പയ്യാവൂരിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരെയുള്ള ചൂളിയാട് ഗ്രാമത്തിന്റെ ഉത്സവം കൂടിയാണ് പയ്യാവൂരിലേക്കുള്ള ഓമന കാഴ്ച.
ഗ്രാമത്തിലെ തീയ സമുദായക്കാരായ 700ഓളം പേർ പഴക്കുലകളുമായി ഗ്രാമവീഥികൾ താണ്ടി പയ്യാവൂരിലെത്തുന്നു. ചൂളിയാട്ടെ, നല്ലൂർ, തടത്തിൽക്കാവ്, ചമ്പോശ്ശേരി, മഠത്തിൽ വളപ്പ്, തൈവളപ്പ് എന്നിവിടങ്ങളിലെ കുഴികളിൽ 3 ദിവസം മുൻപ് പഴുപ്പിക്കാൻ വയ്ക്കുന്ന അടുക്കൻ വാഴക്കുലകൾ കുഴികളിൽ നിന്ന് പുറത്തെടുത്താണ് കാഴ്ചക്കാർ പുറപ്പെടുക. അടുവാപ്പുറത്തെ അരയാൽത്തറയിൽ നിന്ന് പാനകവെള്ളം കുടിച്ചാണ് ഇവർ പയ്യാവൂരിലേക്ക് പുറപ്പെടുക. 2 ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടിച്ചേരുന്ന പയ്യാവൂർ ഊട്ടുമഹോത്സവം ഭക്ത്യാദരപൂർവ്വം കൊണ്ടാടാൻ കുടക് മലയാളി ഭക്തർ ഒരുങ്ങിക്കഴിഞ്ഞു. ഇപ്പം നമ്മളോട് ഊട്ടുത്സവത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ബിജുവേട്ടനാണ്. ശ്രീ പരമേശ്വരൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന ശ്രീ പയ്യാവൂർ ശിവക്ഷേത്ര ഊട്ടുമഹോത്സവം 2026 ഫെബ്രുവരി 11 മുതൽ 27 വരെ വളരെ ഭംഗിയായി നടത്തപ്പെടുകയാണ്. പവിത്രമായ ആചാര അനുഷ്ഠാനങ്ങൾ ഉള്ളതാണ് ഈ ഉത്സവം. 2 സംസ്ഥാനങ്ങളും 2 സംസ്കാരങ്ങളും കൂടിച്ചേരുന്നതാണ് ഈ ഊട്ടുത്സവം. ഊട്ടുത്സവത്തിൻ്റെ ഭാഗമായി വിപുലമായ സംവിധാനങ്ങളാണ് ട്രസ്റ്റി ബോർഡും ആഘോഷ കമ്മിറ്റിയും ഈ ക്ഷേത്രത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. എല്ലാ ദിവസങ്ങളിലും ഉത്സവം തുടങ്ങിയ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 7 മണിക്കും കുംഭം 10-നും 11-നും മഹാ അന്നദാനവും ഈ ക്ഷേത്രത്തിൽ ഉണ്ട്. എല്ലാ ദിവസവും 7 മണിക്ക് ഭക്തർക്കായി ഭക്ഷണം അന്നദാനമുണ്ട്. അപ്പോൾ ഒരുപാട് ഭക്തന്മാർ ഈ ഊട്ടുത്സവത്തിന് പങ്കെടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വിപുലമായ ഒരുക്കങ്ങൾ തന്നെ ഈ ക്ഷേത്രത്തിൽ നടന്നു വരികയാണ്. അപ്പോൾ ഈ വരുന്ന ഫെബ്രുവരി 11 മുതൽ 27 വരെ നടക്കുന്ന ഈ ഊട്ടുത്സവത്തിൽ എല്ലാവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ട്രസ്റ്റി ബോർഡിന് വേണ്ടി സ്വാഗതം ചെയ്തു. പയ്യാവൂർ ഊട്ടുമഹോത്സവത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഫെബ്രുവരി 11 മുതൽ ക്ഷേത്രത്തിൽ ഊട്ടുമഹോത്സവത്തിന് കൊടിയേറുകയാണ്. പയ്യാവൂരപ്പന്റെ മണ്ണിൽ നിന്ന് ക്യാമറമാൻ ഹരിക്കൊപ്പം സൂര്യ അനൂപ്, ഏജനറ്റ്.